മംഗലം പുഴയോരത്ത് നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മുളങ്കൂട്ടങ്ങൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷങ്ങളായി നട്ടുപരിപാലിച്ചു വന്ന മുളങ്കൂട്ടങ്ങളാണ് വ്യാപകമായി വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മുള വെട്ടിയെടുക്കുന്നത് കണ്ട പ്രദേശവാസികളോട് പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് വെട്ടുന്നത് എന്ന് പറഞ്ഞതിനാൽ പിന്നീട് ആരും ചോദ്യം ചെയ്തില്ല. എന്നാൽ മുളങ്കാടുകളുടെ സംരക്ഷണ ചുമതലയുള്ളവർ എത്തുമ്പോഴേക്കും കുറേയധികം മുളകൾ ഇവർ വെട്ടിക്കടത്തിയിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരും അനുമതി നൽകിയിട്ടില്ലെന്നും മുള ആവശ്യപ്പെട്ട് ആരും എത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി കെ രാധിക, പ്രസിഡന്റ് ലിസി സുരേഷ് എന്നിവർ പറഞ്ഞു. ഇത്തരത്തിൽ അനുമതിയില്ലാതെ മുള വെട്ടിക്കടത്തിയതിനെതിരെ പരാതി നൽകുമെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. കുറേ മുളകൾ അനധികൃതമായിട്ട് വെട്ടിമാറ്റിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു ജൈവവൈവിധ്യ ബോർഡിൻ്റെ കീഴിലുള്ള പച്ചത്തുരുത്തുകൾ തന്നെ വെട്ടി നിരത്താനുള്ള ഈ ഒരു പ്രചോദനം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അനധികൃതമായി വെട്ടിയത് സംബന്ധിച്ച് പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോടോ സെക്രട്ടറിയോടോ പറയാതെയാണ് ഇത് മുറിച്ചിരിക്കുന്നത്. ഈ സംഭവം ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അറിവോടെയല്ല ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയകാലത്ത് മംഗലം പുഴ കരകവിഞ്ഞൊഴുകിയ പ്രളയഭീതി ഉണ്ടായപ്പോഴും പുഴയുടെ അരികെ സംരക്ഷിക്കാൻ ഈ മുളങ്കൂട്ടങ്ങൾ ഏറെ സഹായമായതായി പഠനങ്ങൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മംഗലം പുഴയോരത്തെ മുളങ്കാട്. നിരവധി വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്ദർശിച്ചിരുന്നു. ഇത്തരത്തിൽ സംരക്ഷിച്ചു വരുന്ന മുളങ്കാടുകൾ വെട്ടിയെടുത്തവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.